ഹലോ ഹായ് ഓൾ അബൌട്ട് ഫിസിക്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് +1 ചാപ്റ്റർ 2 യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിലെ പാർട്ട് 2, അതായത് ഒന്നാമത് നമ്മൾ ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്, നിങ്ങളുടെ ഫോക്കസ് ഏരിയയിലെ ഫസ്റ്റ് ടോപ്പിക്കായിട്ടുള്ള ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി രണ്ടാമത്തെ ടോപ്പിക്, ദാറ്റ് ഈസ് ഡൈമെൻഷണൽ അനാലിസിസ് ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷനിലെ ഒന്നാമത്തെ ടോപ്പിക് ഡൈമെൻഷണൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡൈമെൻഷൻ്റെ ഒരു ഇൻട്രഡക്ഷൻ, ഡൈമെൻഷൻ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എന്നതിന് അനുസൃതമാക്കിയുള്ള ഒരു വീഡിയോ ആണ് എന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇന്ന് തരുന്നത്. അപ്പോൾ ഈ ചാനലിൽ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ എന്ത് ചെയ്യുക, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതിലെ ഫസ്റ്റ് പാർട്ട് കാണാത്തവർ എന്ത് ചെയ്യുക, ഫസ്റ്റ് പാർട്ടും മറക്കാതെ കാണുക. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ ക്ലാസ്. എന്താണ് ഡൈമെൻഷൻസ്? ഞാൻ ആദ്യം ഈ ഡെഫിനിഷൻ നിങ്ങളിപ്പം ചിന്തിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് നിങ്ങളെ ഒരു എക്സാമ്പിൾ പറയാം. എക്സാമ്പിൾ ഞാൻ പറഞ്ഞില്ല എന്നാലും നിങ്ങൾക്ക് വേണ്ടി. ഇപ്പം വെലോസിറ്റി എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി, ഈ വെലോസിറ്റി എന്ന് പറയുന്ന ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ നമുക്ക് എങ്ങനെ എഴുതാം? അതിൻ്റെ ഡൈമെൻഷൻ എന്ന് പറഞ്ഞാൽ L(T⁻⁻1) ആണ്. L(T⁻⁻1). ഇവിടെ നോക്ക്, ഈ വെലോസിറ്റി എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്? വിത്ത് റെസ്പെക്ട് ടു ലെങ്തിനെയും ടൈമിനെയും അനുസൃതമാക്കിയാണ്. നോക്ക് നിങ്ങൾ, വെലോസിറ്റി അങ്ങനെ നമുക്ക് ഈ ലോകത്തുള്ള എന്തെല്ലാം ഫിസിക്കൽ ക്വാണ്ടിറ്റി ഉണ്ടോ അത് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ 3 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികളായിട്ടുള്ള മാസിൻ്റെയും ലെങ്തിൻ്റെയും ടൈം ഇനിയുണ്ട്. തൽക്കാലം നമ്മൾ എന്ത് പഠിക്കുന്നുള്ളൂ? മാസിനെയും ലെങ്തിൻ്റെയും ടൈമിന് നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യും? പറയുന്നതിനെ പറഞ്ഞ പേര്, അതിൻ്റെ പവറിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെ പറഞ്ഞ പേരാണ് എന്തോന്ന്? ഡൈമെൻഷൻ. ഡൈമെൻഷൻസ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആർ ദ പവേഴ്സ് ടു വിച്ച് ദ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ലെങ്ത്, മാസ്, ടൈം മസ്റ്റ് ബി റൈസ്ഡ് ടു റെപ്രസെൻറ്റ് ഇറ്റ്. എന്താണ് റൈസ്ഡ് ടു? ഇവിടെ നോക്ക്, L1 T⁻⁻1, ഈ 1 എന്ന് പറയുന്നത് അതിൻ്റെ പവറല്ലേ? ഈ T⁻⁻1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ പവറല്ലേ? സോ നമ്മൾ എന്ത് ചെയ്യും? ആ പവറിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ഈ നമുക്ക് ചുറ്റുമുള്ള എന്ത് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആയിക്കോട്ടെ നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും? ബൈ യൂസിങ് ദ പവേഴ്സ് ഓഫ് ദ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ലൈക്ക് ലെങ്ത്, മാസ് ആൻഡ് ടൈം. ഈസി അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. നമുക്കിനി എന്ത് ചെയ്യാം? ഓരോന്നിൻ്റെ ആയിട്ട് പഠിച്ച് വരാം. ഡൈമെൻഷൻസ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡൈമെൻഷൻ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഹൗ ടു ഫൈൻഡ് ദ ഡൈമെൻഷൻ ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റി? അതിന് ആദ്യം വേണ്ടത് നമ്മൾ മാത്സിലെ കുറച്ച് നിയമങ്ങൾ പഠിച്ചു വയ്ക്കുക, അല്ലെങ്കിൽ റൂൾസ് പഠിച്ചു വയ്ക്കുക. മാത്സിലെ കുറച്ച് റൂൾസ് പഠിച്ചു വയ്ക്കുക. ആ 3 മാത്തമാറ്റിക്സ് റൂൾ അനുസൃതമാക്കിയാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഈ ഡൈമെൻഷൻ എല്ലാം. ഈ റൂൾസ് കാണാതെ പഠിക്കാത്ത ഒരാളാണെങ്കിൽ എന്ത് ചെയ്യും? അവർക്ക് ഡൈമെൻഷൻ വളരെ പാടായിരിക്കും. ഈ റൂൾസ് മനഃപ്പാടമാക്കിയ ആൾക്ക് ഈസിയാണ് പഠിക്കാൻ, ഒരു 5 സെക്കൻഡ് പോലും നേരെ വേണ്ട. ഐ മീൻ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്ത ആൾക്ക് പെട്ടെന്ന് മനസ്സിൽ ക്ലിയർ ആവും, പെട്ടെന്ന് ക്ലിക്ക് ആവുന്ന എന്താ ഒരു റൂളാണെന്ന് തോന്നുന്നു ഞാൻ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ റൂള്, രണ്ടാമത്തെ റൂള്, മൂന്നാമത്തെ റൂള്. ഈ 3 റൂളാണ് എന്ത് ചെയ്യേണ്ടത്? നിങ്ങൾ മനഃപ്പാടമാക്കേണ്ടത്. ഫസ്റ്റ്, A⁻m × A⁻n. ഇവിടെ നോക്കേണ്ടത്, ഇവിടെ രണ്ടും സെയിം ആയിരിക്കണം. പവർ ഡിഫറൻ്റ് ആയാലും കുഴപ്പമില്ല. A⁻m × A⁻n ഗീവ്സ് A⁻m + n. സംശയമുണ്ടോ? ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ P⁻2 × P⁻6. ഇവിടെ നോക്ക്, ഇത് രണ്ട് സെയിം അല്ലേ? യെസ്, ദ പവേഴ്സ് ആർ ഡിഫറെൻറ്റ്. ഇപ്പം എന്ത് ചെയ്യണം? ഇവിടെ മൾട്ടിപ്ലൈ ആണ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് റൂളാണ്. എന്താണ് ഫസ്റ്റ് റൂൾ പറയുന്നത്? മൾട്ടിപ്ലൈ ആണ് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യുക? പവേഴ്സിനെ പരസ്പരം കൂട്ടുക. സംഖ്യ അതുപോലെ എടുത്തെഴുതുക, ബേസിനെ അതുപോലെ എടുത്തെഴുതുക, പി അതുപോലെ എടുത്തെഴുതി, ആൻഡ് പവേഴ്സിനെ കൂട്ടുക. 2 + 6 ഇറ്റ് വിൽ ബി 8. ക്ലിയർ അല്ലേ? അപ്പോൾ ഫസ്റ്റ് പ്രോപ്പർട്ടി ക്ലിയർ ആയില്ലേ? ഫസ്റ്റ് റൂൾ ക്ലിയർ ആയില്ലേ? ദറ്റ് ഈസ് A⁻m × A⁻n ഈസ് ഈക്വൽ ടു A⁻m + n. ഫസ്റ്റായി. അത് രണ്ടാമത്തത്, A⁻m / A⁻n is equal to A⁻m - n. A⁻m / A⁻n gives A⁻m - n. For example, നമുക്ക് എന്ത് പറയാം? For example, if P⁻6 / P⁻2, നോക്ക്, ബേസ് സെയിം ആണ്, പവർ ഡിഫറൻറ്റ്, ഡിവൈഡ് ചെയ്തിരിക്കുന്നു. എന്ത് ചെയ്താൽ മതി? സംഖ്യ അതുപോലെ എടുത്തെഴുതി. ഇനി എന്ത് ചെയ്തു? P6 -
2 അല്ലേ, എം മൈനസ് എൻ അല്ലേ, രണ്ട് പവറിനെ കുറയ്ക്കുകയല്ലേ ചെയ്യുന്നത്, ഡിവൈഡ് ചെയ്യുമ്പോൾ കുറയ്ക്കണം, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കൂട്ടണം. p⁻⁴ എന്നല്ലേ കിട്ടുക, p⁻⁴. ഇത് നമ്മൾ ഇങ്ങനെയും പറയാറുണ്ട്, p⁻⁶ നിന്ന് p സ്ക്വയർ വെട്ടിപ്പോകുമ്പോൾ ബാക്കി 4 കിട്ടും. അതിൻ്റെ ബാക്കിലുള്ള, അതിൻ്റെ പുറകിലുള്ള കാര്യമാണ് എന്തോന്ന് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. p⁻⁶ - 2 ഇറ്റ് ഈസ് p⁻⁴. The last very good, last but not least property is this: 1 by x⁻n is equal to ഈ പവർ മുകളിൽ വരുമ്പോൾ, ഇപ്പോൾ x⁻n ഇത് മുകളിൽ എത്തുമ്പോൾ എന്തായിട്ട് മാറും, അതിൻ്റെ പവർ നെഗറ്റീവായിട്ട് മാറും, ദറ്റ് ഈസ് x⁻⁻n ആയിട്ട് മാറും. ക്ലിയർ അല്ലേ? ദറ്റ് ഈസ് 1 by x⁻n ആണെങ്കിൽ ഈ n ന്യൂമറേറ്ററിൽ പോകുമ്പോൾ എന്തായിട്ട് മാറും, അതിൻ്റെ പവർ മാറി -n ആയിട്ട് മാറും. ഈ 3 പ്രോപ്പർട്ടി മാത്രം നിങ്ങളുടെ മനസ്സിൽ ഇരുന്നാൽ മതി. ഡൈമെൻഷൻ പിന്നെ നിങ്ങൾക്ക് വളരെ ഈസി ആയിരിക്കും. ഡൈമെൻഷൻ പിന്നെ മനപ്പാടമാക്കി വയ്ക്കാം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ 3 ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ അതെല്ലാം, ഫസ്റ്റ് മാസ്, അടുത്ത് ലെങ്ത്, അടുത്ത് ടൈം. ഇതിന് ഡൈമെൻഷൻ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ്. മാസിൻ്റെ ഡൈമെൻഷൻ മറന്നു പോരുത്, ഇറ്റ് ഈസ് ക്യാപിറ്റൽ എം. അതിൻ്റെ ആദ്യത്തെ ലെറ്റർ ക്യാപിറ്റൽ എം പഠിക്കാൻ വളരെ എളുപ്പമല്ലേ. അടുത്തിനി ലെങ്തിൻ്റെ നോക്കാം. ലെങ്തിൻ്റെ ഡൈമെൻഷൻ ഇറ്റ് ഈസ് ക്യാപിറ്റൽ എൽ. ഡൗട്ടില്ല, ക്ലിയർ അല്ലേ? അടുത്ത ടൈം, ടൈമിൻ്റെയും ഫസ്റ്റ് ലെറ്റർ ഇറ്റ് ഈസ് ടി. ഇത്രയും ക്ലിയർ അല്ലേ? വളരെ ഈസി അല്ലേ? ദാറ്റ് ഈസ് മാസിൻ്റെ എം, ലെങ്തിൻ്റെ എൽ, ടൈമിൻ്റെ ടി. ഇത്രയും മാത്രം മതി നമുക്ക് എന്ത് ചെയ്യാം, ഡൈമെൻഷൻ ഈസി ആയിട്ട് പഠിക്കാം. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ഓരോന്നായിട്ട് പറയാം. ഫസ്റ്റ്, ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ഫസ്റ്റ്, ഇറ്റ് ഈസ് ഏരിയ. നിങ്ങൾക്ക് ഏരിയ എന്ന് കേൾക്കുമ്പോൾ, നിങ്ങൾക്ക് എല്ലാവർക്കും ഏരിയ എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്ന ഇക്വേഷനാണ് ലെങ്ത് മൾട്ടിപ്ലൈഡ് ബൈ ബ്രെഡ്ത്ത് അല്ലേ. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, നീളം ഗുണം വീതി. കേട്ട് കേട്ട് മടുത്തായിരിക്കും. ലെങ്ത് ഗുണം ബ്രെഡ്ത്ത്. നിങ്ങൾ ഒരിക്കലും ഒരേ വരി തന്നെ 2 ഈക്വൽ ടു ഇടരുത്. ഇവിടെ എനിക്ക് സ്ഥലക്കുറവായതുകൊണ്ട് എഴുതുന്നതാണ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്തിൻ്റെ ഡയമെൻഷൻ നോക്ക്. ലെങ്ത് എന്ന് പറഞ്ഞാൽ നീളം, നീളമല്ലേ, അതിൻ്റെ യൂണിറ്റ് നോക്കണം, യൂണിറ്റ് മീറ്റർ ആണ്. സോ അതിൻ്റെ ഡയമെൻഷൻ അപ്പോൾ എന്തായിരിക്കും, ലെങ്തിൻ്റെ ഡയമെൻഷൻ ആയിരിക്കും. ദാറ്റ് ഈസ് ലെങ്തിൻ്റെ ഡയമെൻഷൻ എൽ അല്ലേ. നമുക്കറിയാം ലെങ്തിൻ്റെ ഡയമെൻഷൻ എല്ലാണെന്ന് ആദ്യമേ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ. ദാറ്റ് ഈസ് ലെങ്തിൻ്റെ ഡയമെൻഷൻ എൽ. അതുപോലെ എടുത്തെഴുതുക, എൽ. മൾട്ടിപ്ലൈ അല്ലേ ചെയ്തിരിക്കുന്നത്, യെസ് മൾട്ടിപ്ലൈഡ്. ഇവിടെ വെറും എല്ലാണ്, ദാറ്റ് ഈസ് അർത്ഥം l⁻1 എന്നർത്ഥം. ഇവിടെ നോക്ക്, ബ്രെഡ്ത്ത്. ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ വീതി അല്ലേ, വീതി. വീതി എന്ന് പറഞ്ഞാൽ എന്താണ്, അതും ഒരു കൈൻഡ് ഓഫ് നീളമാണ്. നീളത്തിൽ വരുന്നതല്ലേ. വീതിയുടെ യൂണിറ്റ് നോക്കുക, അതും മീറ്ററിലല്ലേ പറയുക അല്ലേ. 4 മീറ്റർ നീളവും 5 മീറ്റർ വീതിയും, രണ്ടിൻ്റെയും യൂണിറ്റ് മീറ്റർ അല്ലേ. സോ അതും ഡയമെൻഷനും സെയിം ആയിരിക്കും. യൂണിറ്റ് സെയിം ആയാൽ ഡയമെൻഷനും സെയിം ആയിരിക്കും. ഇതാണ് നിങ്ങളുടെ മനസ്സിരിക്കേണ്ട കീ പോയിന്റ്. ഇതുവരെ പറഞ്ഞത് എല്ലാത്തിൻ്റെയും നിങ്ങളുടെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്ത ഫോൾഡറിൽ ഏറ്റവും ടോപ്പിൽ ഇട്ടിക്കേണ്ട കാര്യമാണത്. യൂണിറ്റ് സെയിം ആയാൽ ഡയമെൻഷനും സെയിം ആയിരിക്കും. ലെങ്തിൻ്റെ ⁻1 എഴുതി, അപ്പോൾ ബ്രെഡ്ത്തിൻ്റെത് എന്ത് തന്നെയാണ്, ലെങ്തിൻ്റെ ഡയമെൻഷൻ തന്നെയാണ്. ക്ലിയർ ആയില്ലേ? ഫസ്റ്റ് പ്രോപ്പർട്ടി. 2 സെയിം ബേസ് ആണ്, അതിനെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ പവേഴ്സ് പരസ്പരം കൂട്ടണം. a⁻m ഇൻറ്റു a⁻n. ബേസിനെ അതുപോലെ താഴെ ഇറക്കി എഴുതി, എല്ലാം എഴുതി. പവേഴ്സിനെ കൂട്ടണം. 1 + 1 വളരെ പാടാണല്ലോ 1 + 1 ചെയ്യാൻ അല്ലേ. 1 + 1 ഇറ്റ് ഈസ് 2. അപ്പം നമുക്ക് എന്ത് കിട്ടി, ഏരിയ ഡയമെൻഷൻ കിട്ടി, l². ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്, വളരെ ഈസി അല്ലേ? യെസ്, ഇറ്റ് ഈസ് വെരി ഈസി. നെക്സ്റ്റ് അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത കണ്ടുപിടിക്കാം, വോളിയം. വോളിയം, വാട്ട് ഈസ് ദ ഇക്വേഷൻ ഓഫ് വോളിയം? അത് നമുക്കറിയാം, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. നീളം ഗുണം വീതി ഗുണം ഉയരം. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, ദാറ്റ് ഈസ് ലെങ്ത് multiplied by breadth multiplied by height. Right guys? Yes. That is, what is the dimension of length? വീണ്ടും ഞാൻ പറയുന്നു, L. ഒറ്റ ലെങ്തേ ഉള്ളൂ, സോ പവർ 1 ഇൻറ്റു ബ്രെഡ്ത്ത് നോക്കാം. ബ്രെഡ്ത്തും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബ്രെഡ്ത്തും ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ലെങ്ത്. ഇങ്ങനെ ഓർഡറിൽ ഡയമെൻഷൻ ചെയ്ത് വരണം കേട്ടോ എപ്പോഴും. ബ്രെഡ്ത്തിൻ്റെതും 1 ഇൻറ്റു ഹൈറ്റ്. ഇവിടെ നിങ്ങൾക്ക് ഡൗട്ട് വരും. ഡൗട്ടിന് ഒരാവശ്യമില്ല അല്ലേ? ഡൗട്ട് വരൂല.
ഹൈറ്റ് എന്ന് പറഞ്ഞാലും ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ലെങ്ത് അല്ലേ. നമ്മളതിനെ ഒരേ യൂണിറ്റല്ലേ പറയൂ. ലെങ്തിൻ്റെ മീറ്ററിൽ പറയും 4 മീറ്റർ നീളം, 5 മീറ്റർ വീതി, 8 മീറ്റർ ഉയരം. അപ്പോൾ അതും എന്ത് തന്നെയാണ്? ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ലെങ്ത്. അതും ലെങ്ത് തന്നെയാണല്ലേ. ഈസി അല്ലേ? ഇവിടെ നോക്ക്, എല്ലാത്തിൻ്റെയും ബേസ് സെയിം ആണ്. ബേസ് സെയിം. അപ്പോൾ ആ ബേസിന് അതുപോലെ എടുത്തെഴുതി. ഇനി എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു. പവേഴ്സിന് എന്ത് ചെയ്യണം? കൂട്ടണം. 1 + 1 + 1. 1ഉം 1ഉം കൂട്ടുമ്പോൾ 2, 2ഉം 1ഉം കൂട്ടുമ്പം 3. ദാറ്റ് ഈസ് L3. ദാറ്റ് ഈസ് 1 + 1 + 1. ക്ലിയർ അല്ലേ? 10 സെക്കൻഡ് റിവൈസ് ചെയ്യ്. 10 സെക്കൻഡ്, ഓൺലി 10 സെക്കൻഡ് റിവൈസ് ചെയ്യ്. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. നമുക്ക് ഇനി എന്ത് ചെയ്യാം? ഇങ്ങനെ റിലേറ്റ് ചെയ്ത് അടുത്തതിലോട്ട് പോവാം. നെക്സ്റ്റ് ഞാൻ മുഴുവൻ മായ്ക്കുന്നില്ല, കാരണം എനിക്ക് മുഴുവൻ മായ്ക്കാം. പക്ഷേ ചെയ്യാത്ത കാര്യം, നിങ്ങൾ ആ സൈഡിലുള്ള റൂൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, എല്ലാം ഇറേസ് ചെയ്തിട്ട് കാര്യമില്ല, വീണ്ടും വീണ്ടും എഴുതേണ്ടി വരും. സോ ആ റൂൾസ് അവിടെ അങ്ങനെ തന്നെ കിടക്കട്ടെ. അടുത്ത സ്ലൈഡിലൊന്നും ഞാൻ ഈ റൂൾസ് വെച്ചിരിക്കില്ല, കാരണം നിങ്ങളുടെ മനസ്സിലിരിക്കണം. ഈ റൂളിനെ നിങ്ങൾ ഇവിടെ ക്ലിയർ ആക്കണം. അങ്ങ് അടുത്ത സ്ലൈഡ് പോകുമ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് തറവായിരിക്കണം. നെക്സ്റ്റ് അടുത്ത മൂന്നാമത്തെ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഇറ്റ് ഈസ് ഡെൻസിറ്റി. സാന്ദ്രത എന്ന് പറയുന്ന ഡെൻസിറ്റി. വാട്ട് ഈസ് ഇറ്റ്സ് ഇക്വേഷൻ? ഡെൻസിറ്റി സേസ് ദാറ്റ് മാസ് ഡിവൈഡഡ് ബൈ വോളിയം. മാസ് ഡിവൈഡഡ് ബൈ വോളിയം. വാട്ട് ഈസ് മാസ്? മാസിൻ്റെ ഡയമെൻഷൻ നമുക്ക് ആൾറെഡി അറിയാം അല്ലേ? എം. ഇവിടെ താഴെ തന്നെ എഴുതാം അല്ലേ? മാസിൻ്റെ ഡയമെൻഷൻ എം. അതുപോലെ എടുത്തെഴുതി, കൺഫ്യൂഷൻ ഇല്ല. ബൈ വാട്ട്സ് വോളിയം? അല്പം നേരത്തെ എഴുതിയുള്ളൂ അല്ലേ? കുറച്ച് നേരത്തെ മുമ്പ്, ദാറ്റ് ഈസ് സം സെക്കൻഡ്സ് അഗോ നമ്മൾ എന്ത് പറഞ്ഞു? ദ ഡയമെൻഷൻ ഓഫ് വോളിയം L3. ഇനി നോക്കാം, മുകളിലെ ന്യൂമറേറ്ററിലെ എം അതുപോലെ എടുത്തെഴുതി. ഇനിയാണ് റൂൾ നമ്പർ 3. ഇഫ് എ പവർ ഓൺ ഡിനോമിനേറ്റർ comes to numerator, its power become negative. Here it is on denominator, it have to come on the numerator. So L raised to -3. പവർ എന്തായിട്ട് മാറും? നെഗറ്റീവായിട്ട് മാറും. ML raised to -3. Is it okay guys? Yes. That is density is equal to mass by volume. മാസിൻ്റെ ഡയമെൻഷൻ M എഴുതി, വോളിയത്തിൻ്റെ ഡയമെൻഷൻ L3 എഴുതി. ദാറ്റ് ഈസ് ML raised to -3. ML raised to -3. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഈസി അല്ലേ? ഈസി അല്ലേ? 5 seconds. ഓക്കെ, ടൈം ഓവർ. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് അടുത്ത ഫിസിക്കൽ ക്വാണ്ടിറ്റി. സോറി, വെലോസിറ്റി. പ്രവേഗം അല്ലെങ്കിൽ വെലോസിറ്റി. എന്താണ് ഇക്വേഷൻ? ദ വെലോസിറ്റി ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെ, അതല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം അല്ലേ എന്നല്ലേ പറയുക? ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം. When displacement divided by time, it will be velocity അല്ലേ? What is displacement? ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്നും മറ്റൊരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് സഞ്ചരിക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ പാത്തിനെ പറഞ്ഞ പേരാണെന്ന് തോന്നുന്നു ഡിസ്പ്ലേസ്മെന്റ് അല്ലേ? ദ സ്ട്രെയിറ്റ് ലൈൻ പാത്ത് കവേർഡ് ബൈ an initial place to a final place അല്ലേ? അതൊരു ഡിസ്റ്റൻസ് ആണല്ലേ? യെസ്. അത് എന്ത് കാറ്റഗറി വരുന്നതാണ്? ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റ് നോക്കണം. യൂണിറ്റ് മീറ്റർ അല്ലേ? ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റ് മീറ്റർ അല്ലേ? അങ്ങനെയല്ലേ പറയുക? ഇഫ് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ കാർ ഫ്രം എ പോയിന്റ് P to Q ഈസ് 30 മീറ്റർ, 30 മീറ്റർ. അത് അപ്പോൾ എന്ത് കാറ്റഗറി വരും? ലെങ്തിൻ്റെ കാറ്റഗറി വരും. ദാറ്റ് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റിന് പകരം ഞാൻ എന്ത് കൊടുത്തു? ഞാൻ എല്ലാം കൊടുത്തു. ബൈ ടൈമിന് എന്താണ്? ടൈമിൻ്റെ നമ്മൾ ഈ നായകൻ ആദ്യമായിട്ട് വരികയാണ്. ടൈമിൻ്റെത് T തന്നെ. സ്ക്വയർ ബ്രാക്കറ്റ് മറക്കല്ലേ?
എൽ മുകളിലുണ്ടായിരുന്നു, എല്ലിന് അതുപോലെ എടുത്തെഴുതി. മൂന്നാമത്തെ പ്രോപ്പർട്ടി ഇവിടെയും വരികയാണ്. ഇവിടെ വെറും t^1. ഇത് ഡിനോമിനേറ്ററിൽ നിന്നും ന്യൂമറേറ്ററിലേക്ക് സഞ്ചരിക്കാൻ പോവുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും? എന്താണ് ആരെ കയറ്റും? ഡിനോമിനേറ്ററിന് വേണമെങ്കിൽ ന്യൂമറേറ്ററിൽ സ്ഥാനം കൊടുക്കാം. പക്ഷെ എന്ത് ചെയ്യണം? ഈ ന്യൂമറേറ്റർ എന്ന രാജ്യത്ത് വരണമെങ്കിൽ എന്ത് ചെയ്യണോടെ? ഡിനോമിനേറ്ററിൽ നിന്നുള്ള ആളാണ് വരണമെങ്കിൽ എന്ത് ചെയ്യണം? പവറിനെ എപ്പോൾ എന്താക്കി മാറ്റണം? മൈനസ് ആക്കി മാറ്റണം. അതല്ലേ കഥ? ഞാൻ പറഞ്ഞ കഥ അതല്ലേ? ഡിനോമിനേറ്ററിൽ താമസിക്കുന്ന ഒരാൾക്ക് ന്യൂമറേറ്റർ രാജ്യത്തിലേക്ക് വരണമെങ്കിൽ എന്ത് ചെയ്യണം? അവയുടെ പവറിനെ നെഗറ്റീവ് ആക്കിയിട്ട് എന്ത് ചെയ്യാം? രാജ്യത്തിൽ പ്രവേശിക്കുക അല്ലേ? ദാറ്റ് ഈസ് ഇവിടെ t^1 ന്യൂമറേറ്ററിലാവുമ്പോഴത്തേക്കും t^-1. എന്ത് ചെയ്യണം? രണ്ടിനെയും ചേർത്ത് എഴുതണം. L(t^-1). വെലോസിറ്റിയുടെ ആയില്ലേ? എങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു ഹോംവർക്ക് നിങ്ങൾ ചെയ്യുക. ചെറിയൊരു ഹോംവർക്ക് ദാറ്റ് ഈസ് സ്പീഡിൻ്റെ ഡൈമെൻഷൻ കണ്ടുപിടിക്കുക. സ്പീഡിൻ്റെ ഇക്വേഷൻ അറിയാമല്ലോ, ഡിസ്റ്റൻസ് ബൈ ടൈം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക? ഇതിൻ്റെ ഡൈമെൻഷൻ ഹോംവർക്കായിട്ട് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് മസ്റ്റായിട്ട് ചെയ്യണം. ഇതിൻ്റെ ഡൈമെൻഷൻ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ എവിടെ കമൻറ്റ് ചെയ്യണം? കമൻറ്റ് ഓൺ ദ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പോൾ വെലോസിറ്റി ക്ലിയർ ആയില്ലേ? സ്പീഡ് നിങ്ങൾ കണ്ടുപിടിക്കുക, ഡിസ്റ്റൻസ് ബൈ ടൈം. അടുത്ത് നമ്മൾ കറക്റ്റ് സീക്വൻസ് ആണ് വെക്കൊണ്ടിരിക്കുന്നത്. നല്ല കറക്റ്റ് സീക്വൻസിൽ നിങ്ങൾക്ക് ക്ലിയർ ആവുന്ന രീതിയിൽ സെയിം ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികളിലെ ഫിസിക്കൽ ക്വാണ്ടിറ്റികളുടെ അതേ ഒരു സീരീസിലാണ് ഞാൻ പറഞ്ഞു പോണത്. ആദ്യം ഏരിയ പറഞ്ഞു, പിന്നെ വോളിയം പറഞ്ഞു, പിന്നെ ഡെൻസിറ്റി പറഞ്ഞു, പിന്നെ ഇപ്പോൾ വെലോസിറ്റി പറഞ്ഞു. അടുത്തിനി ആക്സിലറേഷൻ പറയും. സ്പീഡ് നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യും. യെസ്, അടുത്ത ആക്സിലറേഷൻ. വാട്ട് ഈസ് ആക്സിലറേഷൻ? വെലോസിറ്റി, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. വെലോസിറ്റി എന്ത് ചെയ്യണം? ടൈം കൊണ്ട് ഹരിക്കണം അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. ഇനി നോക്ക്, വെലോസിറ്റിയുടെ ഡയമെൻഷൻ അല്പം നേരത്തെ പറഞ്ഞതേ ഉള്ളൂ. L(t^-1) അല്ലേ? അതുപോലെ എടുത്ത് മുകളിൽ എഴുതുക. അതാണ് ഈ ഓർഡറിൽ വരണം എന്ന് പറഞ്ഞത്. അതുപോലെ എടുത്ത് എഴുതുക. എഴുതിയല്ലോ. ബൈ ടൈം എന്ന് പറയുന്നത് ഡയമെൻഷൻ എന്തായിരിക്കും? ഇതിനെ എടുത്ത് ക്ലിയർ അല്ലേ? ദാറ്റ് ഈസ് ഫൈനലി നമുക്ക് എന്ത് കിട്ടും? ഇവിടെ L ഉണ്ടായിരുന്നു, ഈ t^-1 മുകളിലുണ്ടായിരുന്നു. ഇനി ഡിനോമിനേറ്റർ രാജ്യത്തെ ഈ ക്വാണ്ടിറ്റിക്ക് ന്യൂമറേറ്റർ രാജ്യത്തിൽ വരണം. എന്ത് ചെയ്താൽ മതി? പവറിനെ നെഗറ്റീവ് ആക്കിയാൽ മതി അല്ലേ? t^-1. ക്ലിയർ അല്ലേ? എല്ലിന് വേറെ കോമ്പണൻ്റ് ഒന്നുമില്ല. സോ നമുക്ക് എന്ത് ചെയ്യാം? എല്ലിന് അതുപോലെ എടുത്ത് എഴുതാം. ഇവിടെയും ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് വയ്ക്കുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും. L(t^-1) ഇൻറ്റു t^-1 രണ്ടിനെ മൾട്ടിപ്ലൈ ചെയ്യണം. എല്ലിന് വേറെ കോമ്പണൻ്റ് ഒന്നുമില്ല. സോ എല്ലിന് അതുപോലെ എടുത്ത് താഴെ എഴുതി. ഇവിടെ നോക്ക്, ബാക്കിയുള്ളത് t^-1 ഇൻറ്റു t^-1. നോക്ക്, നമ്മുടെ ഒന്നാമത്തെ പ്രോപ്പർട്ടി ഇവിടെ ചിരിച്ചുകൊണ്ടിരിപ്പുണ്ട്. a(m) ഇൻറ്റു a(n) അല്ലേ? ഇവിടെ ബേസ് സെയിം അല്ലേ? ബേസ് സെയിം ആണ്. ടി അതുപോലെ എടുത്ത് എഴുതി. ബാക്കി നോക്ക്, -1 പ്ലസ് -1. നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ആണെങ്കിൽ എന്ത് ചെയ്യണം? പവറിനെ കൂട്ടണം അല്ലേ? ദാറ്റ് ഈസ് -1നെ -1 കൂട്ടണം. നോക്ക്, -1 ഈ പ്ലസ് മൈനസ് മൈനസ് ആവും. ഒരേ ചിഹ്നമാണെങ്കിൽ എന്ത് ചെയ്യണം? രണ്ടിനും ഒരേ ചിഹ്നം അല്ലേ? രണ്ടിനും ഒരേ ചിഹ്നം കൂട്ടിയിട്ട് അതേ ചിഹ്നം. ഒന്നും കൂട്ടുമ്പം 2 ചിഹ്നം അതുപോലെ നെഗറ്റീവ്. ക്ലിയർ അല്ലേ? -2 അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? നമുക്ക് -2 എന്ന് കിട്ടും. നമുക്ക് രണ്ടിൻ്റെ ചിഹ്നം ഒന്നല്ലേ? അപ്പം എന്താണ് നിയമം? കൂട്ടിയിട്ട് അതേ ചിഹ്നം. ഇഫ് രണ്ട് സംഖ്യകളുടെയും സെയിം സൈൻ ആണെങ്കിൽ എന്ത് ചെയ്യണം? ആഡ് ചെയ്യുക, സെയിം സൈൻ കൊടുക്കുക. ഇവിടെ നോക്ക്, -1 പ്ലസ് മൈനസ് മൈനസ് ആകും, പ്ലസ് ആൻഡ് മൈനസ് ബിക്കം -1. ഇവിടെയും മൈനസ്, ഇവിടെയും മൈനസ്, സെയിം സൈൻ അല്ലേ? യെസ്. അപ്പോൾ ആഡ് ചെയ്യുക, 1 + 1 2, സെയിം സൈൻ മൈനസ്. അപ്പോൾ എന്ത് കിട്ടും? L(t^-2) കുറച്ചുകൂടെ വൃത്തിക്കുക. L(t^-2) ക്ലിയർ അല്ലേ? അപ്പോൾ ആക്സിലറേഷൻ്റെതും ആയില്ലേ? ആയി. ഈസി അല്ലേ? ഈസിയാണ്. അടുത്തപ്പോൾ എന്ത് ചെയ്യുക?
നമ്മൾ അടുത്ത ഫിസിക്കൽ ക്വാണ്ടിറ്റിയിലോട്ട് പോവും. നെക്സ്റ്റ് ഇറ്റ് ഈസ് ഫോഴ്സ്. ഫോഴ്സിൻ്റെ ഇക്വേഷൻ നിങ്ങൾ കുട്ടിക്കാലം മുതലേ കേട്ട് ഫിസിക്സ് നിങ്ങൾ പഠിക്കാൻ തുടങ്ങിയ സമയം മുതലേ കേട്ട് വരുന്നതാണ് അല്ലേ. 9ാം ക്ലാസ്സിൽ പഠിച്ചു. F is equal to ma, ഫോഴ്സ് is equal to ma എന്ന് നമ്മൾ 10 വട്ടം പറഞ്ഞു. ആട് വിളിക്കും പോലെ പറഞ്ഞില്ലേ ma എന്ന് പറഞ്ഞു. ഫോഴ്സ് is equal to ma, ഫോഴ്സ് is equal to ma, ഫോഴ്സ് is equal to ma, ഫോഴ്സ് is equal to ma. അപ്പോൾ അതാണ് നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്ന ഇക്വേഷൻ. മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ദ ഫോഴ്സ് വിൽ ബി the product of mass and acceleration. സോ നമ്മൾ അടുത്ത് കണ്ടുപിടിക്കാൻ പോകുന്ന ഡയമെൻഷൻ എന്തിൻ്റെ ഡയമെൻഷനാണ്? ഫോഴ്സിൻ്റെ ഡയമെൻഷൻ. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ഇറ്റ് ഈസ് ഫോഴ്സ്. വാട്ട് ഈസ് ഫോഴ്സ്? ഫോഴ്സ് വിൽ ബി മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ദാറ്റ് ഈസ് വാട്ട് ഈസ് മാസ്? മാസ് എന്ന് പറയുമ്പോൾ എം അല്ലേ. എം മൾട്ടിപ്ലൈഡ് ബൈ വാട്ട് ഈസ് ആക്സിലറേഷൻ? അല്പം നേരത്തെ പറഞ്ഞേ ഉള്ളൂ, LT⁻². ഇവിടെ ഇനി വേറെ ഒന്നും ചെയ്യാനില്ല അല്ലേ. ഒരുപോലത്തെ 2 ക്വാണ്ടിറ്റി വേറെ ഇല്ല, എല്ലാവർക്കും ഓരോന്നതേ ഉള്ളൂ. മാസിൻ്റെ ഒരെണ്ണം, ലെങ്തിൻ്റെ ഒരെണ്ണം, ടൈമിൻ്റെ ഒരെണ്ണം. സോ ക്ലിയറായി. അപ്പോൾ ഇത് എല്ലാം എന്ത് ചെയ്താൽ മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചാൽ മതി. ദാറ്റ് ഈസ് മാസ് ഇൻറ്റു MLT⁻². മാസ് ഇൻറ്റു എന്നല്ല, എല്ലാം കമ്പൈൻ ചെയ്ത് എഴുതുക. MLT⁻². ക്ലിയർ അല്ലേ? ഫോഴ്സിൻ്റെതുമായില്ലേ? അപ്പോൾ ഫോഴ്സിൻ്റെ ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ മൊമെൻറ്റവും ചെയ്തിട്ട് പോവാം. മൊമെൻറ്റം P is equal to വാട്ട് ഈസ് മൊമെൻറ്റം? മാസ് ഇൻറ്റു വെലോസിറ്റി അല്ലേ. മാസ് ഇൻറ്റു വെലോസിറ്റി. മാസിൻ്റെ ഡയമെൻഷൻ എം അല്ലേ. വെലോസിറ്റിയുടെ ഡയമെൻഷൻ അല്പം നേരത്തെ പഠിച്ചു, LT⁻⁻1. കമ്പൈൻ ചെയ്ത് എഴുതുക MLT⁻⁻1. ക്ലിയർ അല്ലേ? ഇനി നിങ്ങൾ ഇതിപ്പോൾ എല്ലാമൊന്നും പറയില്ല, നമ്മൾ കുറേ പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ വരുന്ന കുറേ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഞാൻ പറയും. നിങ്ങൾക്കിനി വീണ്ടും ഫർദറായിട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക? എവിടെയെങ്കിലും കാണുന്ന ഇക്വേഷൻസ് കൈ കിട്ടിയ ഉടനെ എന്ത് ചെയ്യുക? അതിൻ്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കുക. നമ്മൾ ഇതിൻ്റെ വീഡിയോ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രീവിയസ് ഇയർ ഈ ഡയമെൻഷൻ അനാലിസിസിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. പ്രീവിയസ് ഇയർ എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്, വരും സ്ലൈഡുകളിൽ. ഇത്രയും ക്ലിയർ അല്ലേ? അപ്പോൾ ഫോഴ്സും ക്ലിയർ അല്ലേ? യെസ്. അടുത്ത് പ്രഷർ ചെയ്യാം. ഫോഴ്സും ക്ലിയറായി, മൊമെൻറ്റവും ക്ലിയറായി. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ഇറ്റ് ഈസ് പ്രഷർ. വാട്ട് ഈസ് പ്രഷർ? പ്രഷർ ഈസ് ഫോഴ്സ് ബൈ ഏരിയ. ഈ അല്പം നേരത്തെ പറഞ്ഞേ ഉള്ളൂ. ഫോഴ്സിൻ്റെ ഡയമെൻഷൻ എന്താണ്? MLT⁻². അല്പം ഈ കഴിഞ്ഞ 2-10 സെക്കൻഡ് മുമ്പ് പറഞ്ഞതേ ഉള്ളൂ. MLT⁻² ബൈ വാട്ട് ഈസ് ഏരിയ? ഏറ്റവും ആദ്യം പറഞ്ഞാണ് ഏരിയ എന്ന് പറയുമ്പോൾ L² അല്ലേ. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ L² ഒരു എല്ലും മുകളിലത്തെ ഒരെല്ലും ക്യാൻസൽ ചെയ്യാം. ഇത് ഏതാണ് പ്രോപ്പർട്ടി? രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് അല്ലേ. മൈനസ് ചെയ്യുമ്പോൾ നോക്ക്, മുകളിലൊന്ന് താഴെ 2. അപ്പോൾ ക്ലിയർ അല്ലേ? മുകളിലെ ഒരെല്ലും താഴത്തെ ഒരെല്ലും ക്യാൻസൽ ആവും, മിച്ചം താഴെ ഒരു എല്ല് മാത്രമേ ഉള്ളൂ. നോക്ക് നിങ്ങൾ, ഇവിടെ ഇനി ഒന്നുമില്ല. ഇവിടെ L² എന്ന് പറയുമ്പോൾ L × L ആണ് L². അതിൽ ഒരെല്ലും മുകളിലത്തെ എല്ലും ക്യാൻസൽ ആയി, ബാക്കി മിച്ചം ഒരെല്ലുണ്ട്. മുകളിലിപ്പോൾ എന്തൊക്കെ ഉണ്ട്? മുകളിലിപ്പം M ഉണ്ട്, T⁻² ഉണ്ട്. ഇനി താഴത്തെ ഒരു എല്ല് മിച്ചം ഇല്ലേ? ഈ എല്ല് എന്ത് ചെയ്യണം? ന്യൂമറേറ്ററിൽ വരണം. ഇവിടെ ഇപ്പോൾ പവർ മിച്ചം 1 ആണ്. 2 ഉണ്ടായിരുന്നതിൽ ഒരെണ്ണം വെട്ടിപ്പോയി, ക്യാൻസലായിപ്പോയി. ബാക്കി എന്ത് ചെയ്യും? ഒരെണ്ണം മിച്ചം. ഈ 1 ന്യൂമറേറ്ററിൽ മൂന്നാമത്തെ നിയമം, ഈ 1 ന്യൂമറേറ്ററിൽ വരുമ്പോൾ എന്തായിട്ട് മാറും? -1 ആയിട്ട് മാറും. ML⁻⁻1 T⁻². ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ അല്ലേ?
ക്ലിയർ ആണ്. നെക്സ്റ്റ് അടുത്ത് വർക്കിൻ്റെ കണ്ടുപിടിക്കാം. വർക്കിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയ എല്ലാം ഞാൻ പറയും, ബാക്കി നിങ്ങൾ എന്ത് ചെയ്യുക, സമയം പോലെ നിങ്ങൾ ചെയ്തെടുക്കുക. വർക്കിൻ്റെ വാട്ട് ഈസ് വർക്ക്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലേ. ഫോഴ്സിനെ ഡിസ്പ്ലേസ്മെൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും അല്ലേ. ഫോഴ്സിൻ്റെ അല്പം നേരത്തെ എഴുതി mL/T⁻². സംശയമുള്ളവർ എന്ത് ചെയ്യുക, വീഡിയോ കുറച്ച് ബാക്കിലോട്ട് പോയാൽ മതി. mL/T⁻². ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അല്പം നേരത്തെ പറഞ്ഞു. വാട്ട് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ്? വെലോസിറ്റിയുടെ കാര്യത്തിൽ പറഞ്ഞു. ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് എ കാറ്റഗറി ഓഫ് ലെങ്ത് അല്ലേ, എൽ. ഇനി നോക്ക്, എമ്മിൻ്റെ വേറെ ക്വാണ്ടിറ്റികളൊന്നുമില്ല, അപ്പോൾ എമ്മിനെ എടുത്ത് എഴുതാം, ധൈര്യമായിട്ട് എഴുതാം. നോക്കുക, ടിക്ക് വേറെ ഉണ്ടോ? ടിക്ക് വേറെ ഇല്ല, അപ്പോൾ അതിനെ എടുത്ത് എഴുതാം, T⁻². പക്ഷേ എല്ലിനെ നോക്ക്, എല്ലിന് 2 ക്വാണ്ടിറ്റി ഉണ്ട്, L⁻1 ഇൻറ്റു L⁻1. രണ്ടിൻ്റെയും ബേസ് സെയിം അല്ലേ. ഒന്നാമത്തെ പ്രോപ്പർട്ടി നോക്ക്, രണ്ടിൻ്റെയും ബേസ് സെയിം ആണ്, അപ്പോൾ ബേസിനെ അതുപോലെ എടുത്ത് എഴുതി. ഇനി എന്ത് ചെയ്താൽ മതി? പവറിനെ കൂട്ടിയാൽ മതി. 1 + 1 = 2. ക്ലിയർ അല്ലേ? mL² T⁻². അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ഹോംവർക്ക്, ഫൈൻഡ് ദ ഡയമെൻഷൻ ഓഫ് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ. മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ. മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ. മൊമെൻറ്റ് ഓഫ് ഇനർഷ്യയുടെ ഇക്വേഷൻ മാസ് ഇൻറ്റു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് സ്ക്വയർ ആണ്. ഡിസ്റ്റൻസ് mr² ആണ്. മാസ് ഇൻറ്റു ഡിസ്റ്റൻസ് mr². മാസിൻ്റെ ഡയമെൻഷൻ എന്താണ്ടേ ആ ചെയ്യുക. ഡിസ്റ്റൻസ് ചെയ്ത് വരും, നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യുക, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലും ചെയ്യുക. ഓക്കെ, അത് ക്ലിയർ അല്ലേ? അടുത്തിനി വെരി ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം പറയാനുള്ളത്. നെക്സ്റ്റ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം നമുക്കിനി പറയാനുള്ളത്, ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഡയമെൻഷൻ വേണം. ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഡയമെൻഷൻ. ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഡയമെൻഷൻ എന്താണെന്ന് എന്ത് ചെയ്യണം, നിങ്ങൾ പഠിക്കണം. അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ആംഗുലാർ മൊമെൻറ്റം എൽ. ആംഗുലാർ മൊമെൻറ്റം അല്ലെങ്കിൽ എൽ. ഇറേസ് ചെയ്യട്ടെ, വെയിറ്റ്. It's very important. Angular velocity. Angular velocity. അല്ലെങ്കിൽ L. Equation is equal to mass into velocity into r, distance. It is അപ്പോൾ എന്തായിട്ട് മാറും? m. ഇത് റേഡിയസ് ആണ്. റേഡിയസ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് തന്നെയല്ലേ റേഡിയസ്. മാസ് m ആവും. വെലോസിറ്റി ചെയ്തത് L⁻⁻1. ഇത് റേഡിയസ് ആണ്. സർക്കുലർ ആകുമ്പം എത്ര റേഡിയസ് നിങ്ങൾക്ക് വഴിയെ പഠിക്കും. എന്താണ് ആംഗുലാർ വെലോസിറ്റി എന്നുള്ളത് വഴിയെ പഠിക്കും. അത് റേഡിയസ് ആണ്. r എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് കൈൻഡ് ഓഫ് എ ലെങ്ത് L. നമുക്ക് എന്ത് കിട്ടും? m L². ഇവിടെ m ഒന്നല്ലേ ഉള്ളൂ, അതുപോലെ എടുത്ത് എഴുതി. ഇവിടെ നോക്ക്, ഇവിടെയും 1, ഇവിടെയും 1. a⁻m × a⁻1. ബേസിന് അതുപോലെ എടുത്ത് എഴുതി. 1 + 1 2 T⁻⁻1. mL² T⁻⁻1 ആണ് ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ. ഒരു ഹോംവർക്ക് ചെയ്യുക, ടോർക്കിൻ്റെത് കണ്ടുപിടിക്കും. ടോർക്ക് എന്ന് പറഞ്ഞാൽ ആംഗുലാർ ഫോഴ്സ് ആണ് ടോർക്ക്. ടോർക്കിൻ്റെ ഇക്വേഷൻ ലീനിയർ ഫോഴ്സ് ഇൻറ്റു റേഡിയസ് FR. F × R കണ്ടുപിടിക്കും. FR sin θ. നിങ്ങൾ തൽക്കാലം F × R. ഇതും ഹോംവർക്കായിട്ട് ചെയ്തു. ഹോംവർക്കായിട്ട് ചെയ്യണം. ക്ലിയർ അല്ലേ? ഫോഴ്സിൻ്റെ നിങ്ങൾക്ക് ഡയമെൻഷൻ അറിയാം, ഇവിടുത്തെ ആറിൻ്റെ നിങ്ങൾക്ക് അറിയാം. ഇത്രയും ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ ഒട്ടുമിക്ക എല്ലാത്തിൻ്റെ ഡയമെൻഷൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഇറ്റ്സ് എ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഡയമെൻഷൻ ഓഫ് ജി. ജി എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് അല്ലേ. യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്.
യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്. അതിൻ്റെ ഡയമെൻഷൻ എന്ത് ചെയ്യണം? നമുക്ക് കണ്ടുപിടിക്കണം. വി ഹാവ് ടു ഫൈൻഡ് ദ ഡയമെൻഷൻ ഓഫ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്. നോക്കുക, ആദ്യം ഇക്വേഷനെ എടുത്തെഴുതുക. എഫ് ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു m1m2/r². നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ജി ഡയമെൻഷനാണ് അല്ലേ. അപ്പോൾ ബാക്കിയുള്ള എല്ലാ ജീനെ അവിടെ ഇട്ടിട്ട് ബാക്കി എല്ലാം ഈ സമത്തിന് ഈ ഈക്വൽ ടുവിന് ഇപ്പുറം കൊണ്ടുവരിക, ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ജീനെ ഞാൻ അവിടെ ഇട്ടു. ജി ഈസ് ഈക്വൽ ടു, അവിടെ എഫ് ഉണ്ടായിരുന്നല്ലോ. ഈ ഡിവൈഡഡ് ബൈ r² സമത്തിനിപ്പുറം എത്തുമ്പോഴത്തേക്കും, എത്തുമ്പോഴത്തേക്കും എന്തായിട്ട് മാറും? ഇത് ഡിവൈഡ് ബൈ r² ആണ്, ഇവിടെ എത്തും മൾട്ടിപ്ലൈഡ് ആവും, എഫ് ഇൻറ്റു r² എന്നാവും. ഡിവൈഡഡ് ബൈ ഈ ഇൻറ്റു ജി ഇൻറ്റു m1m2 അപ്പുറത്ത് പോകുമ്പോൾ എന്തായാലും ഡിവൈഡ് ആവുമല്ലോ, കണ്ടാൽ മനസ്സിലാവും. m1m2 സംശയം ആർക്കെങ്കിലും? എഫ് ഇസ് ഈക്വൽ ടു ജി m1m2/r². ജീനെ അവിടെ ഇട്ടു, ഈ ഡിവൈഡഡ് ബൈ r² ഇപ്പുറത്ത് വരുമ്പോഴത്തേക്കും ഇൻറ്റു r² ആവും. ഇനി ഇൻറ്റു m1m2 സമത്തിന് ഇപ്പുറം എത്തുമ്പോഴത്തേക്കും ഡിവൈഡ് ബൈ ആവും. അപ്പം ഇങ്ങനെ കിട്ടും ജി ഇസ് ഈക്വൽ ടു FR² m1m2. ഇനി നമുക്ക് വാല്യൂ കൊടുത്താൽ പോരെ, ഡയമെൻഷൻ കൊടുത്താൽ പോരെ. ഫോഴ്സിൻ്റെ ഡയമെൻഷൻ, വാട്ട് ഈസ് ദ ഡയമെൻഷൻ ഓഫ് ഫോഴ്സ്? എം എൽ ഇക്വേഷൻ, ഫോഴ്സ് ഈക്വൽ ടു എം ഇൻറ്റു എ. അപ്പോൾ m(L)T⁻² എന്ന് കിട്ടും. സംശയമില്ലല്ലോ? ഇല്ല. അതിൻ്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്ടേ? ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ. R എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ്. ഈ m1 എന്ന് പറഞ്ഞാൽ മാസ്, m2 എന്ന് പറഞ്ഞാൽ മാസ്. അത് ഞാൻ പറയാൻ വിട്ടുപോയി, സോറി. ഇവിടെ m1 എന്ന് പറഞ്ഞാൽ മാസാണ്. രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള അട്രാക്ഷൻ്റെ ഇക്വേഷനാണ് എടുത്തുള്ളത്. ന്യൂട്ടൺസ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. ഇത് m1, ഇത് m2. ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് r. അത് ഞാൻ പറയാൻ വിട്ടുപോയി. സോ ഇവിടെ r² എന്ന് പറയുമ്പം r² എന്ന് പറഞ്ഞാൽ ദൂരമാണ്. ദൂരം എന്ന് പറയുന്നത് ലെങ്തിൻ്റെ കാറ്റഗറി വരുന്നതാണ്. സോ r² പകരം L². അവിടെ ലെങ്ത് അല്ലേ, r എന്ന് പറഞ്ഞാൽ ലെങ്ത് അല്ലേ, L². ഡിവൈഡഡ് ബൈ ഇവിടെയും മാസ്, ഇവിടെയും മാസ്, അതായത് m ഇൻറ്റു m. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ശ്രദ്ധയോടെ നോക്കിയിരിക്കുക. ജി ഈസ് ഈക്വൽ ടു, ഇവിടെ m ഉണ്ടായിരുന്നല്ലോ, m ഉണ്ടായിരുന്നു. ഇവിടെ ഒരു 1 അല്ലേ, L-ൻ്റെ 1 ആണ്, ഇവിടെ ഒരു 2 ഉണ്ട്. a⁻m ഫസ്റ്റ് ലോ, ഫസ്റ്റ് പ്രിൻസിപ്പിൾ പ്രീവിയസ് സ്ലൈഡിൽ നോക്കുക. a⁻m ഇൻറ്റു a⁻n, ദാറ്റ് ഈസ് ഇവിടെ എമ്മിന് ആൾ വരാനുണ്ട്, അവിടെ കിടക്കട്ടെ. അതൊക്കെ എമ്മിനെ എടുത്ത് എഴുതിയേ, എം ഇവിടെ 1 ഉണ്ട്, കിടക്കട്ടെ, കുഴപ്പമില്ല. ഇവിടെ L⁻1, ഇവിടെ L⁻2 മൾട്ടിപ്ലൈ ആണ് ചെയ്തിരിക്കുന്നത്. അപ്പം ബേസിന് അതുപോലെ എഴുതുക, പവറിനെ കൂട്ടുക. 1 + 2 3. സംശയമില്ല? ടിക്ക് അവിടെ ഇനി വേറെ ആരുമില്ല, T⁻². അതുപോലെ എടുത്ത് എഴുതി. ഇനി നമുക്ക് ഡിനോമിനേറ്റർ കാര്യം നോക്കാം. ഇവിടെ മാസ് ഇൻറ്റു മാസാണ്, a⁻m ഇൻറ്റു a⁻n. ബേസിന് അതുപോലെ എഴുതുക, പവറുകളെ കൂട്ടുക. 1 + 1 2. ക്ലിയർ അല്ലേ? ഇനി നോക്ക്, മുകളിൽ ഒരു m ഉണ്ട്, താഴെ ഒരു m² ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ഈ m ക്യാൻസലായി പോവും, താഴത്തെ m² ഒരു m ക്യാൻസലായി പോവും. മിച്ചം ഇവിടെ ഒരു m മിച്ചം. അതിന് മുകളിൽ പോകുമ്പോൾ എന്തായിട്ട് മാറും? റൂൾ നമ്പർ 3, ഇവിടെ ഡിനോമിനേറ്ററിലുള്ള ഒരു പവർ ന്യൂമറേറ്ററിലാവുമ്പോൾ എന്തായിട്ട് മാറും? നെഗറ്റീവ് ആകും അല്ലേ. അപ്പം നമുക്ക് ആദ്യം m ആണ് എഴുതേണ്ടത്. സോ ഈ m⁻1 അവിടെ പോകുമ്പോൾ m⁻−1 ആവും. സംശയമില്ലല്ലോ? ഇല്ല. ബാക്കിയുള്ള L³ മിച്ചമുള്ള T⁻². ഇതാണ് എന്തിൻ്റെ ഡയമെൻഷൻ? ഡയമെൻഷൻ ഓഫ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്. ക്ലിയർ അല്ലേ? എല്ലാവരും ഒന്ന് റിവൈസ് ചെയ്ത് നോക്ക്. ഈസി അല്ലേ? ഈസി അല്ലേ? എല്ലാവരും എഴുതിയെടുത്ത് ക്ലിയർ ആക്കിയില്ലേ? ഈസി അല്ലേ? സോ നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഡയമെൻഷൻ ഓഫ് എഫ് ഇൻ ദ ഇക്വേഷൻ എഫ് ഇസ് ഈക്വൽ ടു mv²r. എന്നാണ് ഇക്വേഷൻ? ഇത് സെൻട്രിപെറ്റൽ ഫോഴ്സിൻ്റെ ഇക്വേഷനാണ്. സെൻട്രിപെറ്റൽ ഫോഴ്സ്, അതായത് സർക്കുലാർ ട്രാക്കിൽ ആക്ട് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ, അതിൻ്റെ റേഡിയസ് r ആണെങ്കിൽ, അതിൻ്റെ വെലോസിറ്റി v ആണെങ്കിൽ, അതിൻ്റെ മാസ് m ആണെങ്കിൽ, അവിടെ കിട്ടുന്ന സെൻട്രിപെറ്റൽ ഫോഴ്സ്, ടുവേർഡ് സെൻട്രൽ ആക്ട് ചെയ്യുന്ന സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ടിരിക്കേണ്ട ഇക്വേഷൻ ആണ് എന്തോന്ന്? mv²r. ഇത് ആയിരിക്കട്ടെ, ഇപ്പോൾ പഠിക്കേണ്ട, നമ്മൾ പ്ലസ് അടുത്ത വരും ചാപ്റ്ററിൽ പഠിക്കും. നമുക്ക് എന്ത് ചെയ്യാം? m മാസ്,
വി വെലോസിറ്റി, ആർ റേഡിയസ്. ഇനി എന്ത് ചെയ്യാം, നമുക്ക് എഫിൻ്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കേണ്ടത്. എഫിനടുത്ത് എഴുതുക. ഇറ്റ് ഇസ് എ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. ഇസ് ഈക്വൽ ടു മാസിൻ്റെ ഡയമെൻഷൻ എം എന്ന് പറഞ്ഞാൽ ഡയമെൻഷൻ എം തന്നെയാണ്, ആർക്കും വേറെ സംശയമില്ല. അവിടെ ശ്രദ്ധിച്ചിരിക്കുക, വെലോസിറ്റിയുടെ സ്ക്വയർ ആണ്. വെലോസിറ്റിയുടെ ഡയമെൻഷൻ നമുക്കറിയാം എൽ ടി റൈസ് ടു മൈനസ് 1. അതിൻ്റെ പവർ എന്ന് പറയുമ്പോൾ വീണ്ടും മാറുകയാണ്, ഡിവൈഡഡ് ബൈ റേഡിയസ് ഒരു എല്ല് മാത്രം. പാവം, ക്ലിയർ അല്ലേ? റേഡിയസ് എല്ലാണ്. ഇവിടെ നോക്ക്, എൽ ടി റൈസ് ടു മൈനസ് 1 ദ ഹോൾ സ്ക്വയർ. ഇവിടെ ഒരു പ്രോപ്പർട്ടി പഠിക്കണം. എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ എന്താണ്ട്, ഈ രണ്ട് പവറിനെയും മൾട്ടിപ്ലൈ ആണ് അല്ലേ, എ റൈസ് ടു എം എൻ ആയിട്ട് മാറും അല്ലേ. ദാറ്റ് ഈസ് എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എൻ ആണെങ്കിൽ രണ്ട് പവറിനെ മൾട്ടിപ്ലൈ ആണ്, എം ഇൻറ്റു എൻ. ഇവിടെ നോക്ക്, ഇവിടെ 1 ആണ്, അപ്പം ഇവിടെ എൽ റൈസ് ടു 1 ദ ഹോൾ സ്ക്വയർ എന്നും ആവും, ഇൻറ്റു ടി റൈസ് ടു മൈനസ് 1 ദ ഹോൾ സ്ക്വയർ, ടി റൈസ് ടു മൈനസ് 1 ദ ഹോൾ സ്ക്വയർ. പവർ മൾട്ടിപ്ലൈ ഉണ്ടേ, അപ്പോൾ എന്തായിട്ട് മാറും നോക്കിക്കോ, എം ഇൻറ്റു എൽ റൈസ് ടു 1 ദ ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് എൽ റൈസ് ടു 1 ഇൻറ്റു 2. അപ്പോൾ എന്ത് കിട്ടും, നമുക്ക് എൽ സ്ക്വയർ എന്ന് കിട്ടും. ഇവിടെ ടി റൈസ് ടു മൈനസ് 1 ഉണ്ടായിരുന്നു, ടി റൈസ് ടു മൈനസ് 1 ഇൻറ്റു 2 മൈനസ് 2 മൈനസ് 1 ഇൻറ്റു 2 മൈനസ് 2 മൈനസ് 1 ഇൻറ്റു 2 മൈനസ് 2 മൈനസ് 1 ഇൻറ്റു 2 മൈനസ് 2, ദാറ്റ് ഈസ് ടി റൈസ് ടു മൈനസ് 2. താഴെ ഒരു എല്ലുണ്ടല്ലോ, താഴെ ഒരു എല്ലുണ്ട് ഇല്ലേ. ഇതായിരിക്കുന്ന ഈ എല്ലും എൽ സ്ക്വയറിലെ ഒരെല്ലും ക്യാൻസലായി പോവും, ബാക്കി മിച്ചം ഒരെല്ല് മാത്രം. ക്ലിയർ അല്ലേ? ബാക്കി നമുക്ക് എന്ത് കിട്ടും, എം ഉണ്ടായിരുന്നു, ഇതാ എൽ റൈസ് ടു 1 ടി റൈസ് ടു മൈനസ് 2. ക്ലിയർ അല്ലേ? എം എൽ ടി റൈസ് ടു മൈനസ് 1, ഇത് മുന്നേ തന്നെ എം എൽ ടി റൈസ് ടു മൈനസ് 2. ഇതല്ലേ ഫോഴ്സിൻ്റെ ഡയമെൻഷൻ. നമുക്ക് കറക്റ്റ് ഉത്തരം കിട്ടിയില്ലേ? ഫോഴ്സിൻ്റെ ഡയമെൻഷൻ നമ്മൾ നേരത്തെ പഠിച്ചാണ്. എന്താ ഫോഴ്സിൻ്റെ അതേ ഡയമെൻഷൻ ഇവിടെയും കിട്ടിയില്ലേ, നമുക്ക് കിട്ടിയില്ലേ? അപ്പോൾ നമ്മുടെ ആൻസർ ശരിയാണ്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. അടുത്തു മാർച്ച് 2015 ചോദ്യമാണ്. എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് ഗിവൺ h is equal to എഫ് വി സ്ക്വയർ ബൈ എൽ. അങ്ങനെയാണെങ്കിൽ ചോദ്യം ഇതാണ്, ഫൈൻഡ് ദ ഡയമെൻഷൻ ഓഫ് h. ഇക്വേഷൻ എഴുതുന്നു, h ഡയമെൻഷൻ കണ്ടുപിടിക്കണം, എഫ് ഇൻറ്റു വി സ്ക്വയർ ബൈ എൽ. എൽ ലെങ്ത് അല്ല, ആംഗുലാർ മൊമെൻ്റോ എന്ന് എടുത്ത് പറയാനുണ്ട്. ക്വസ്റ്റ്യൻ നേരെ വായിക്കാത്ത കുട്ടിയാണെങ്കിൽ എന്ത് ചെയ്യും, എല്ലെന്ന് കണ്ട ഉടനെ ചാടി വീഴും, അത് ലെങ്തെന്നും പറഞ്ഞിട്ടുണ്ട്. എല്ലാണോ? അല്ല, അതിൽ ആംഗുലാർ മൊമെൻറ്റം. അതിന് വേണ്ടിയാണ് ഞാൻ എന്ത് ചെയ്തത്, ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഡയമെൻഷൻ തൊട്ട് മുന്നേ, ഈ വീഡിയോയുടെ തൊട്ട് മുന്നേ പറഞ്ഞത്. എൽ ഇസ് ഈക്വൽ ടു എത്രയും നോക്ക് നിങ്ങൾ, ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഡയമെൻഷൻ എന്താണ്ട്, എം എൽ സ്ക്വയർ ടി റൈസ് ടു മൈനസ് 1. ഇത് നിങ്ങളുടെ മനസ്സിരിക്കണം. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി നോക്ക്, ബാക്കി നോക്ക്. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എഫ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആണ്, എഫ് ഈസ് ഫോഴ്സ്. അപ്പോൾ പിന്നെ സംശയം വേണ്ട അല്ലേ. എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്ടേ, എം എൽ ടി റൈസ് ടു മൈനസ് 2. ഫോഴ്സിൻ്റെ എം എ ആണ്, നമുക്ക് അല്പനേരത്ത് ഞാൻ പലവട്ടം പറഞ്ഞു. അപ്പോൾ ഫോഴ്സിൻ്റെ ഡയമെൻഷൻ എം എൽ ടി റൈസ് ടു മൈനസ് 2 മൾട്ടിപ്ലൈഡ് ബൈ വി സ്ക്വയർ എന്ന് പറയുമ്പം വെലോസിറ്റി ആണ്, വെലോസിറ്റിയുടെ സ്ക്വയർ. വെലോസിറ്റിയുടെ ഡയമെൻഷൻ നമുക്കറിയാം എൽ ടി റൈസ് ടു മൈനസ് 1. ഇനി അതിൻ്റെ എന്ത് ചെയ്യണം, സ്ക്വയർ ഇടണം, സ്ക്വയർ ഡിവൈഡഡ് ബൈ ആംഗുലാർ മൊമെൻറ്റം. ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഡയമെൻഷൻ ഇതാ കിടപ്പുണ്ട്, ദാറ്റ് ഈസ് എം എൽ സ്ക്വയർ ടി റൈസ് ടു മൈനസ് 1. എല്ലാത്തിനെയും സ്ക്വയർ ബ്രാക്കറ്റ് ഇടാൻ മറന്നു പോകരുത്. ചെയ്യാമല്ലോ. ഒന്ന് പറഞ്ഞെടുത്ത് എഴുതുന്നു, എം എൽ ടി റൈസ് ടു മൈനസ് 2 ഇൻറ്റു എൽ ടി റൈസ് ടു മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എം എൽ സ്ക്വയർ ടി റൈസ് ടു മൈനസ് 1. ക്ലിയർ അല്ലേ? നമുക്കിനി ആദ്യം എക്സ്പാൻഡ് ചെയ്യണം. മുകളിൽ എം ഉണ്ട്, എൽ ഉണ്ട്, ടി റൈസ് ടു മൈനസ് 2 ഉണ്ട്, മൾട്ടിപ്ലൈഡ് ബൈ. ഇവിടെ നോക്കണം, അല്പനേരത്തെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്ത പോലെ തന്നെ ഇവിടെ എൽ ടി റൈസ് ടു മൈനസ് 1 സ്ക്വയർ കാണണം. അതായത് എല്ലിൻ്റെ സ്ക്വയർ എൽ സ്ക്വയർ, ടി റൈസ് ടു മൈനസ് 1 സ്ക്വയർ മൈനസ് 1 ഇൻറ്റു മൈനസ് 2 ആയിട്ട് മാറും, ടി റൈസ് ടു മൈനസ് 2.
ഡിവൈഡഡ് ബൈ എം എൽ സ്ക്വയർ ടി റൈസ് ടു മൈനസ് 1. ഇതിൽ ക്യാൻസൽ ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ? നോക്ക്, ക്യാൻസൽ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ നോക്ക്. ഉണ്ട്. ആരുണ്ട്? ഈ എമ്മിനെയും ക്യാൻസൽ ചെയ്യും. എമ്മിനെയും ക്യാൻസൽ ചെയ്തൂടെ? ചെയ്യാം. ഇനി ഇവിടെ എൽ സ്ക്വയറും ദാ മുകളിൽ എൽ സ്ക്വയറും ഉണ്ട്. താഴെ എൽ സ്ക്വയർ, മുകളിൽ എൽ സ്ക്വയർ. ആ എൽ സ്ക്വയറിനെയും ക്യാൻസൽ ചെയ്യാം. ബാക്കി നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ഒരു എൽ ഉണ്ട്, ടി റൈസ് ടു മൈനസ് 2 ഉണ്ട്, വീണ്ടും ഒരു ടി റൈസ് ടു മൈനസ് 2 ഉണ്ട്, താഴെ ഒരു ടി റൈസ് ടു മൈനസ് 1 ഉണ്ട്. ബാക്കി നിങ്ങൾ എന്ത് ചെയ്യുക. ബാക്കി ഞാൻ തന്നെ ചെയ്യാം അല്ലേ? നിങ്ങൾ ഇനി മാറ്റി വയ്ക്കണ്ട, നമുക്ക് തന്നെ ചെയ്യാം. ഇവിടെ എഴുതാണ്, സ്ഥലപരിമിതി കൊണ്ട് ഇവിടെ എഴുതാണ്. ദാറ്റ് ഈസ് എൽ ടി റൈസ് ടു മൈനസ് 2 ഇൻറ്റു ടി റൈസ് ടു മൈനസ് 2. ഇനി ആ ഡിവൈഡഡ് ബൈ ടി റൈസ് ടു മൈനസ് 1. ഇതിന് മുകളിൽ വരുമ്പോൾ എന്തായിട്ട് മാറും? പറ. പ്ലസ് ആയിട്ട് മാറില്ലേ? ഇവിടെ മൈനസ് ആയിരുന്നു. പ്ലസ് ആയിരുന്നെങ്കിൽ മുകളിൽ പോകുമ്പോൾ മൈനസ് ആവും. ഇവിടെ മൈനസ് ആണ്, അപ്പോൾ മുകളിൽ പോകുമ്പോൾ എന്തായിട്ട് മാറും? പ്ലസ് ആയിട്ട് മാറും. സോ അതിനെ ഞാൻ മാറ്റി മുകളിൽ എഴുതണം. ടി റൈസ് ടു മൈനസ് 1 ആയിരുന്നു, അത് ന്യൂമറേറ്ററിൽ പോകുമ്പോൾ എന്തായിട്ട് മാറും? ടി റൈസ് ടു പ്ലസ് 1 ആയിട്ട് മാറും. ക്ലിയർ അല്ലേ? ഇനി ബാക്കിയുള്ള ഈസി നമുക്ക് എല്ലിൻ്റെ ഒറ്റ ക്വാണ്ടിറ്റിയേ ഉള്ളൂ, അത് നമുക്ക് ധൈര്യമായിട്ട് എഴുതാം. ടി റൈസ് ടു മൈനസ് 2 ഇൻറ്റു ടി റൈസ് ടു മൈനസ് 2 ഇൻറ്റു ടി റൈസ് ടു മൈനസ് 1. എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ അല്ലേ? എല്ലാത്തിൻ്റെയും ബേസ് സെയിം ആണ്, അതുപോലെ എടുത്ത് എഴുതി. ഇനി എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ആണ് ചെയ്തിരിക്കുന്നത്. സോ എന്ത് ചെയ്യണം? എല്ലാ പവേഴ്സിനെയും കൂട്ടണം. -2 പ്ലസ് -2 പ്ലസ് 1. -2 ഇത് പ്ലസ് മൈനസും മൈനസ് ആവൂലേ? ദാറ്റ് ഈസ് -2 പ്ലസ് മൈനസ് ആവും, -2 പ്ലസ് 1. കൂട്ടുമ്പോൾ നോക്ക് എന്തായിട്ട് മാറും? രണ്ടിനും ഒരേ സൈൻ, സെയിം സൈൻ. അപ്പോൾ കൂട്ടിയിട്ട് അതേ സൈൻ. 2 + 2 4, സൈന് മൈനസ് പ്ലസ് 1. ഇവിടെ നോക്ക്, ഇവിടെ രണ്ടിനും വ്യത്യസ്ത ചിഹ്നം അല്ലേ? രണ്ട് സംഖ്യയ്ക്കും ഡിഫറൻറ്റ് സൈൻ. അപ്പോൾ എന്ത് ചെയ്യണം? വലുതിൽ നിന്നും ചെറുത് കുറയ്ക്കണം, വലിയ സംഖ്യയിൽ നിന്നും ചെറിയ സംഖ്യ കുറയ്ക്കണം. ഇവിടുത്തെ വലിയ സംഖ്യ ഏതാണ്? 4 അല്ലേ? അതായത് ലാർജ് സംഖ്യയിൽ നിന്നും സ്മോൾ സംഖ്യ കുറച്ചിട്ട് ലാർജ് നമ്പറിൻ്റെ സൈൻ. ലാർജ് നമ്പറിൽ നിന്നും സ്മോൾ നമ്പർ കുറച്ചിട്ട് ലാർജ് നമ്പറിൻ്റെ സൈൻ. ലാർജ് നമ്പർ 4 അല്ലേ? 4ൽ നിന്ന് 1 കുറയ്ക്കുമ്പം 3. വലിയ സംഖ്യയുടെ ചിഹ്നം മൈനസ് അല്ലേ? ദാറ്റ് ഈസ് -3. ആൻസർ വിൽ ബി എൽ ടി റൈസ് ടു -3. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലാവാത്തവർ എന്ത് ചെയ്യുക? വീണ്ടും വീഡിയോ എന്ത് ചെയ്യുക? ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് കാണുക, മനസ്സിലാവും. ഇവിടെ നോക്കണം, എല്ലിന് വേറെ ഒന്നുമില്ല, എല്ലിന് എഴുതി. എം ഒക്കെ ഇവിടുന്ന് ക്യാൻസൽ ആയിപ്പോ അല്ലേ? എം ക്യാൻസൽ ചെയ്തൂടെ? യെസ്, ക്യാൻസൽ ചെയ്യാം. യെസ്, എല്ലാം ക്യാൻസൽ ചെയ്യാം, എം എല്ലാം ക്യാൻസൽ ചെയ്യാം. ബാക്കി നോക്ക്, നിങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിരിക്കണേ. എൻ്റെ ഫുൾ എക്സ്റ്റേണൽ നോക്കുമ്പം ഇത്രയും കറക്റ്റ് സെയിം ആണ്. ശരിയാണ്, ഉത്തരം ശരിയാണ്. ദാറ്റ് ഈസ് എൽ ഇൻറ്റു ഇവിടെ ടി റൈസ് ടു -2 ഇൻറ്റു ടി റൈസ് ടു -2 ഇൻറ്റു ടി റൈസ് ടു 1. എല്ലാത്തിൻ്റെയും ബേസ് കോമൺ ആണ്. ബേസിന് അതുപോലെ എടുത്ത് എഴുതി, അതുപോലെ എടുത്ത് എഴുതി. ഇനി എന്ത് ചെയ്യണം? പവേഴ്സിനെ കൂട്ടണം. ഇവിടെ -2 ഉണ്ട്, പ്ലസ് ഒരു -2 ഉണ്ട്, പ്ലസ് ഒരു 1 ഉണ്ട്. ഇവിടെ നോക്ക്, പ്ലസ് മൈനസ് ആവും. ദാറ്റ് ഈസ് -2 പ്ലസ് 1. രണ്ട് നമ്പേഴ്സിനും സെയിം സൈൻ. സോ ആഡ് ചെയ്യുക, സെയിം സൈൻ ഇടുക, -4 പ്ലസ് 1. രണ്ട് ഡിഫറൻറ്റ് സൈൻ ആണെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ മൈനസ്, ഇവിടെ പ്ലസ്. വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം. ദാറ്റ് ഈസ് ലാർജ് നമ്പറിൽ നിന്നും സ്മോൾ നമ്പർ കുറച്ച് ലാർജ് നമ്പറിൻ്റെ സൈൻ. ദാറ്റ് ഈസ് ലാർജ് നമ്പർ 4 - 1 3. ലാർജിൻ്റെ സൈന് മൈനസ്, ദാറ്റ് ഈസ് -3. എൽ ടി റൈസ് ടു -3 ഈസ് ദ ആൻസർ. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഹാവിങ് ഫോളോയിങ് ഡയമെൻഷൻ. ഇത് ഞാൻ ആൻസർ ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല അല്ലേ? സോ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യണം, അടുത്തത് ഒരെണ്ണം ഞാൻ ചെയ്യും. വീക്ക് വാണ്ടർ വാൾസ് ഇക്വേഷൻ എന്നൊരു ഇക്വേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് P പ്ലസ് A/V² ഇൻറ്റു V മൈനസ് B ഈസ് ഈക്വൽ ടു R ഇൻറ്റു T. P എന്ന് പറഞ്ഞാൽ പ്രഷറാണ്. A എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റൻ്റ് ആണ്. V എന്ന് പറഞ്ഞാൽ എന്താണ്? V എന്ന് പറഞ്ഞാൽ വോളിയം. R എന്ന് പറഞ്ഞാൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്. T എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ. V എന്ന് പറഞ്ഞാൽ വോളിയം. ഇതെല്ലാം ക്ലിയർ അല്ലേ? ആണ്. എനിക്ക് ചോദ്യം ഇതാണ്, ഫൈൻഡ് ദ ഡയമെൻഷൻ ഓഫ് ദ കോൺസ്റ്റൻറ്റ്സ് A ആൻഡ് B. ഫൈൻഡ്
the dimension of A and B. ഇങ്ങനെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. 2012 ഞാൻ ആ ചോദ്യം കംപ്ലീറ്റ് ആക്കാത്തതുകൊണ്ടാണ് എന്ത് ചെയ്തത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ ചോദ്യം പറഞ്ഞത്. ഇറ്റ് ഈസ് ഓൾസോ എ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. നോക്കിയിരിക്കാം. ഈ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിനെ പറ്റി നമ്മൾ ചിന്തിക്കുന്നേ ഇല്ല. അതവിടെ ഇരിക്കട്ടെ, അതവിടെ ഇരിക്കട്ടെ. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നോക്കാം. ഇതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. പി പ്ലസ് എ ബൈ വി സ്ക്വയർ ഫസ്റ്റ് പോർഷൻ, വി മൈനസ് ബി ഈസ് ദ സെക്കൻഡ് പോർഷൻ. ഇറ്റ് മീൻസ് ദാറ്റ് പ്രഷറിൻ്റെ യൂണിറ്റ് ഓഫ് pressure, unit of P is equal to unit of A by V square. Unit of A by V square. അങ്ങനെയാണെങ്കിൽ ഇവിടെ എങ്ങനെ പറയാം, ഹിയർ പിയും പി പ്ലസ് എ ബൈ വി സ്ക്വയർ ഉണ്ട്. ഹിയർ ദ യൂണിറ്റ് ഓഫ് പി, ഈ പിയുടെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് തുല്യമായിരിക്കും, യൂണിറ്റ് ഓഫ് പി വിൽ ബി ഈക്വൽ ടു ദ യൂണിറ്റ് ഓഫ് എ ബൈ വി സ്ക്വയർ. ക്ലിയർ അല്ലേ? ആൻഡ് ഇവിടെ വിയും ബിയും ഉണ്ട്. The unit of V will be equal to unit of B. Clear അല്ലേ? Clear അല്ലേ? Clear അല്ലേ എല്ലാവർക്കും? That is the unit of P here. Here the unit of P, unit of pressure will be equal to the unit of A by V square. First equation, first ഇത്രയും ടേമിൻ്റെ കാര്യം കഴിയും. അടുത്തത് പറഞ്ഞാൽ the unit of V will be equal to unit of B. എന്താ പറയാം, ഇക്വേഷൻ സ്പ്ലിറ്റ് ചെയ്തു. The unit of pressure will be equal to the unit of A by V square. Unit of volume will be equal to the unit of B. We have to find the unit of dimension of A and dimension of B. ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, യൂണിറ്റ് സെയിം ആണെങ്കിൽ ഡയമെൻഷനും സെയിം. യൂണിറ്റ് ആൻഡ് ഡയമെൻഷൻ ആർ സെയിം. ഇത്രയും കാര്യം ഒന്ന് റിവൈസ് ചെയ്യും. പി പ്ലസ് എ ബൈ വി സ്ക്വയർ ഇൻറ്റു വി മൈനസ് ബി ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു ടി. ഹിയർ ഞാൻ ഇക്വേഷൻ സ്പ്ലിറ്റ് ചെയ്തു. പി പ്ലസ് എ ബൈ വി സ്ക്വയർ എന്നും വി മൈനസ് ബി എന്നും. ദ യൂണിറ്റ് ഓഫ് പി വിൽ ബി ഈക്വൽ ടു ദ യൂണിറ്റ് ഓഫ് എ ബൈ വി സ്ക്വയർ. യൂണിറ്റ് ഓഫ് V will be equal to the unit of B. That is, the unit of volume will be equal to unit of B. Clear അല്ലേ? Clear അല്ലേ? സോ ഞാൻ ബാക്കി മുകളിൽ എഴുതാം. ഇത്രയും മായ്ക്കാണ്. ദയവേത് എന്ത് ചെയ്യുക, ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. വീഡിയോ ബാക്കിലോട്ട് സ്കിപ്പ് ചെയ്ത് നോക്കുക. It's a very important good question. യൂണിറ്റ് ഓഫ് പി, യൂണിറ്റും ഡയമെൻഷനും തുല്യമാണ്. Therefore യൂണിറ്റ് ഓഫ് പി ഈസ് ഈക്വൽ ടു യൂണിറ്റ് ഓഫ് എ ബൈ വി സ്ക്വയർ. ആണോ അല്ലേ? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തിൻ്റെ ഡയമെൻഷനാണ്, എയുടേതല്ലേ. അപ്പോൾ ഈ വി സ്ക്വയർ സമത്തിനപ്പുറം കൊണ്ടുപോകണ്ടേ. അപ്പോൾ അവിടെ എ മാത്രം നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഇട്ടിട്ട് റൈറ്റ് ഹാൻഡ് സൈഡിൽ ഒരു പി ഉണ്ടായിരുന്നു. ഈ ഡിവൈഡഡ് ബൈ വി സ്ക്വയർ ഈക്വൽ ടുവിന് അപ്പുറം പോകുമ്പോൾ, ഈക്വൽ ടുവിന് ഈ ലെഫ്റ്റ് സൈഡിൽ വരുമ്പോൾ എന്തായിട്ട് മാറും, മൾട്ടിപ്ലൈഡ് ബൈ വി സ്ക്വയർ, പി വി സ്ക്വയർ. ദറ്റ് ഈസ് എ ഈസ് ഈക്വൽ ടു പി വി സ്ക്വയർ. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. വാട്ട് ഈസ് ദ ഡയമെൻഷൻ ഓഫ് പ്രഷർ? അല്പനേരത്തെ ഈ വീഡിയോയുടെ തുറക്കുന്ന സമയത്ത് പറഞ്ഞാണ്, ഫോഴ്സ് ബൈ ഏരിയ അല്ലേ. ദറ്റ് ഈസ് ഫോഴ്സ് എന്ന് പറയുമ്പം ഫോഴ്സ് ബൈ ഏരിയ ആണ് പ്രഷർ അല്ലേ. ഫോഴ്സ് ബൈ ഏരിയ, ഫോഴ്സിൻ്റെ ഡയമെൻഷൻ എം എൽ ടി റൈസ് ടു -2. ഏരിയയുടെ ഡയമെൻഷൻ എൽ സ്ക്വയർ. താഴത്തെ എൽ സ്ക്വയറിലെ ഒരെല്ലും മുകളിലത്തെ ഒരെല്ലും ക്യാൻസലായി പോവും. ബാക്കി എം ഇവിടെ ഒന്നുണ്ട്, എൽ കൊണ്ട് നമ്മൾ പോകുമ്പോൾ എൽ റൈസ് ടു -1 ആയിട്ട് മാറും, ടി റൈസ് ടു -2. നിങ്ങളൊന്ന് നോക്കുക, ഒന്ന് റെഫർ ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും, നമുക്ക് എന്ത് കിട്ടും, എം എൽ റൈസ് ടു -1, ടി റൈസ് ടു -2. ഓക്കെ അല്ലേ? ഇൻടു ഇറ്റ് ഈസ് നോട്ട് വെലോസിറ്റി, ഈസ് വോളിയം. വോളിയമിൻ്റെ ഡയമെൻഷൻ അല്പനേരത്ത് നമ്മൾ എഴുതിയാണ്, ഫസ്റ്റ് എഴുതിയാണ്, രണ്ടാമത് എഴുതിയാണ് അല്ലേ. വോളിയം എന്ന് പറയുമ്പോൾ എൽ ക്യൂബ് അല്ലേ ഡയമെൻഷൻ. അപ്പോൾ എൽ ക്യൂബിൻ്റെ ഇവിടെ സ്ക്വയർ ആണ്, ദാറ്റ് ഈസ് എൽ ക്യൂബിൻ്റെ സ്ക്വയർ. അപ്പോൾ എന്ത് കിട്ടും,
മൂന്ന് രണ്ടിനെ മൾട്ടിപ്ലൈ എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എൻ എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എൻ ദറ്റ് ഇസ് 3 into 2 ദറ്റ് ഇസ് എൽ റൈസ് ടു 6. ക്ലിയർ അല്ലേ? നമുക്ക് എന്ത് കിട്ടും? ദറ്റ് ഈസ് മാസ് ഇൻറ്റു ടൈം ടി റൈസ് ടു മൈനസ് ഇവിടെ കിടക്കട്ടെ കുഴപ്പമില്ല. ഇനി നോക്ക്, ഇവിടെ എല്ലിൻ്റെ രണ്ട് ടേംസ് ഉണ്ട്. രണ്ടിൻ്റെയും എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എം രണ്ടിൻ്റെയും ബേസ് കോമൺ ആണ്. ബേസിന് അതുപോലെ എടുത്തെഴുതി. ഇനി എന്ത് ചെയ്യണം? പവേഴ്സിനെ കൂട്ടണം. -1 + 6. രണ്ട് വ്യത്യസ്ത ചിഹ്നമല്ലേ? ഇവിടെ -1 ആണ്, ഇവിടെ +6 ആണ്. -1 + 6. രണ്ട് ഡിഫറൻസ് സൈൻ ഞാൻ എന്ത് ചെയ്യാൻ പറഞ്ഞു? രണ്ട് ഡിഫറൻസ് സൈൻ ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറഞ്ഞു? വലുതിൽ നിന്നും ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം, ലാർജ് നമ്പറിൽ നിന്നും സ്മോൾ നമ്പർ സബ്സ്ട്രാക്ട് ചെയ്തിട്ട് എന്തിൻ്റെ സൈൻ? ലാർജ് നമ്പറിൻ്റെ സൈൻ. ദാറ്റ് ഈസ് 6. ലാർജസ്റ്റ് നമ്പറാണ് 6. 6 - 1 5. 5ൻ്റെ സിമ്പിൾ, അതായത് ലാർജ് നമ്പറിൻ്റെ സൈൻ എന്താണ്? പ്ലസ് ആണ്. ദെയർഫോർ എൽ റൈസ് ടു 5. ക്ലിയർ അല്ലേ? ദാറ്റ് ഈസ് ദ ഡയമെൻഷൻ ഓഫ് dimension of A will be m L raised to 5 T raised to -2. കഴിഞ്ഞില്ല. We have to find the dimension of B also. എന്ത് എഴുതിയിട്ടുണ്ട്? The unit of B will be equal to the unit of ഇത്ര അവിടെ ഇരിക്കട്ടെ, മാറിയിരിക്കട്ടെ, ഞാൻ ബാക്കി വേറെ നിറത്തിൽ എഴുതാം അല്ലേ. The unit of B will be equal to the unit of volume. വോളിയം യൂണിറ്റും ഡയമെൻഷനും സെയിം ആണ്. സോ എന്തെടുത്താൽ മതി? വോളിയത്തിൻ്റെ ഡയമെൻഷൻ എടുത്താൽ മതി. വാട്ട് ഈസ് ഡയമെൻഷൻ ഓഫ് വോളിയം? L³ അല്ലേ? പഠിച്ചാണ് L³. therefore the dimension of B will be L³. ആൻസർ ആയില്ലേ? ബിയുടെയുമായി എയുടെയുമായി. ആൻസർ ക്ലിയർ ആയില്ലേ? കഴിഞ്ഞില്ലേ? നമുക്ക് ഒരു കണക്കൂടെ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? ഒരു കണക്കൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി കണ്ടുപിടിക്കാൻ ഒരു കണക്കൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് അതോട് എന്ത് ചെയ്യാം? നമുക്ക് ഇന്നത്തെ ക്ലാസ് ഡയമെൻഷൻ അനാലിസിസ് എന്ന ഈ ക്ലാസ് എന്ത് ചെയ്യാം? നമുക്ക് എൻഡ് ചെയ്യാം. Find the dimension of coefficient of viscosity. Dimension of coefficient of viscosity, that is eta. There is an equation called Stokes law. There is an equation called there is a law called Stokes law. ഇത് പറയുന്നത് ഒരു കണ്ടെയ്നറിൽ നിറയെ ഒരു വിസ്കസ് ഫ്ലൂയിഡ് ഉണ്ട്. വിസ്കസ് മീൻസ് അറിയാമല്ലോ നിങ്ങൾക്ക്. വിസ്കസ് എണ്ണ, തേൻ, ഹണി പോലുള്ള, അതായത് ഓയിൽ, ഇങ്ങനെയുള്ള വിസ്കസ് ഫ്ലൂയിഡ്. അതിനകത്തൂടെ ഒരു സ്പിയറിനെ ട്രാവൽ ചെയ്യാൻ അനുവദിക്കുകയാണ് താഴോട്ട്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഇതൊരു സ്പിയറാണ്. ആ സ്പിയറിനെ എന്ത് ചെയ്യാൻ പോവാണ്? താഴേക്ക് ട്രാവൽ ചെയ്യാൻ പോവുകയാണ്. എങ്കിൽ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന് ഒരു ഇക്വേഷൻ അദ്ദേഹം പറഞ്ഞു. ദ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ സ്പിയർ വിൽ ബി ഈക്വൽ ടു F is equal to 6 pi R eta into V, where R is the radius of the sphere. ഈ സ്പിയറിൻ്റെ റേഡിയസ് ആണ് R. ക്ലിയർ ആയല്ലോ? Eta is the coefficient of viscosity. And V is not the volume. V is the velocity of the sphere through the liquid. ഒന്നുകൂടെ പറയാം. F is equal to force. Viscous force. R is the radius of the sphere. നമ്മൾ ആ വിസ്കസ് ഫ്ലൂയിഡിൽ താഴോട്ട് ഡ്രോപ്പ് ചെയ്ത സ്ഫിയറിൻ്റെ റേഡിയസ് ഓഫ് സ്ഫിയർ. Next, eta. What is eta? It is called coefficient of viscosity. അടുത്ത് V. It is not velocity. It is not volume. It is velocity of the sphere
velocity of the sphere through the viscous fluid. Velocity of sphere through viscous fluid. നമുക്ക് എന്തിൻ്റെ ഡയമെൻഷൻ വേണം? വി ഹാവ് ടു ഫൈൻഡ് ദ ഡയമെൻഷൻ ഓഫ് ഈറ്റ. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ആ ഈറ്റയെ മാത്രം ലെഫ്റ്റ് സൈഡിൽ ഇട്ടു. ഇസ് ഈക്വൽ ടു, ബാക്കി എല്ലാം ഇപ്പുറത്ത് കൊണ്ടുവരണ്ടേ. ഇനി ഒരു കാര്യം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്പേഴ്സിനും കോൺസ്റ്റൻറ്റിനും എന്തില്ല? ഡയമെൻഷൻ ഇല്ല. നമ്പേഴ്സിന് എന്തില്ല? ഡയമെൻഷൻ ഇല്ല. ഹിയർ 6 ഈസ് എ നമ്പർ, നമ്പേഴ്സിന് എന്തില്ല? ഡയമെൻഷൻ ഇല്ല. പൈ എന്ന് പറയുന്ന നമ്പറാണ് 3.14 അല്ലെങ്കിൽ 22/7, അതിനും എന്തില്ല? ഡയമെൻഷൻ ഇല്ല. സോ വി ഹാവ് ടു നെഗ്ലക്റ്റ് 6 പൈ. റിമൈനിങ് ഈറ്റയെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലിട്ടു. ഇനി ഇവിടെ എഫ് ഉണ്ടായിരുന്നു, ഈ ഇൻറ്റു വി അല്ലേ, ഇൻറ്റു വി സമത്തിനപ്പുറം പോയാൽ ഡിവൈഡഡ് ബൈ വി ആയിട്ട് മാറും. ഇൻറ്റു ആർ സമത്തിനപ്പുറം എന്തായിട്ട് മാറും? ഈക്വൽ ടു ഇപ്പുറത്ത് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ ആർ ആയിട്ട് മാറും. എഫ് ഡിവൈഡഡ് ബൈ വി ഇൻറ്റു ആർ. ക്ലിയർ ആയോ? എഫ് ഡിവൈഡഡ് ബൈ വി ഇൻറ്റു ആർ. ക്ലിയർ അല്ലേ? വാട്ട് ഈസ് എഫ്? ഫോഴ്സ് അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം? ഡയമെൻഷൻ കൊടുത്താൽ മതി. വാട്ട് ഈസ് ഫോഴ്സ്? ഡയമെൻഷൻ എം എൽ ടി റൈസ് ടു -2 ബൈ വാട്ട് ഈസ് വി? വെലോസിറ്റി. വെലോസിറ്റി ഈസ് എൽ ടി റൈസ് ടു -1. ഓർമ്മ എല്ലാവർക്കും ഓർമ്മ ഉണ്ടല്ലോ അല്ലേ? ഇൻറ്റു വാട്ട് ഈസ് ആർ? ഇറ്റ്സ് എ റേഡിയസ് ഓഫ് ദ സ്ഫിയർ. വാട്ട് ഈസ് റേഡിയസ്? റേഡിയസിൻ്റെ യൂണിറ്റ് മീറ്റർ ആണ്. മീറ്റർ ഈസ് ലെങ്ത് അല്ലേ? ദറ്റ് ഈസ് ലെങ്തിൻ്റെ ഡയമെൻഷൻ എൽ ആണ്. ക്ലിയർ അല്ലേ? യെസ്, ക്ലിയർ ആണ്. താഴത്തൊരല്ലും മുകളിലത്തൊരല്ലും എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. ഡിനോമിനേറ്ററിലെല്ലും ന്യൂമിനേറ്ററിലെല്ലും എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്ത് ചെയ്യാം? ദാറ്റ് ഈസ് മുകളിലൊരു എം ഉണ്ട്, ന്യൂമിനേറ്ററിലൊരു എം ഉണ്ട്, ടി റൈസ് ടു -2 ഉണ്ട്. ഇനി ബാക്കിയുള്ളവരെല്ലാം മുകളിൽ കൊണ്ടുപോകാം. ഇവിടെ എല്ലിൻ്റെ പവർ 1 ആയിരുന്നു, മുകളിലത്തും എന്തായിട്ട് മാറും? -1 ആയിട്ട് മാറും. ഇവിടെ ടിയുടെ പവർ -1 ആയിരുന്നു, മുകളിലെത്തുമ്പോൾ +1 ആയിട്ട് മാറും. ബാക്കി ഈസി അല്ലേ? എമ്മിന് ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ? ബാക്കി എല്ലാവരും കൊണ്ടുവന്നില്ല, നമ്മൾ എല്ലാവരും കൊണ്ടുവന്നു. എമ്മിന് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ എമ്മിന് ധൈര്യമായിട്ട് എഴുതാം. ഇനി നോക്ക്, ടി റൈസ് ടു -2 ഉണ്ട്, ടി റൈസ് ടു 1 ഉണ്ട്. എ റൈസ് ടു അതിന് മുന്നേ നമുക്ക് ടിക്ക് മുന്നേ ഒരു ഓർഡറിൽ വരണം. ആദ്യം മാസ്, പിന്നെ ലെങ്ത്, പിന്നെ ടൈം. ലെങ്തിന് ആരെങ്കിലും ഉണ്ടോ? ഇനി ഇവിടെ ലെങ്തിന് ആരുമില്ല. ഈ 1 അപ്പുറത്ത് അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എൽ റൈസ് ടു -1, സംശയമില്ല. ഇനി ആരുണ്ട്? ടി റൈസ് ടു -2 ഇൻറ്റു ടി റൈസ് ടു 1, എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു n. അതായത് ബേസ് സെയിം ആണ്, ബേസിന് അതുപോലെ എടുത്ത് എഴുതി ടി. ഇനി -2 + 1. ഇനി എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈഡ് ആണ്. സോ എന്ത് ചെയ്യണം? പവേഴ്സിനെ കൂട്ടണം. -2 + 1. വലുതിൽ രണ്ട് ഡിഫറെൻറ്റ് സൈനാണ്. സോ ലാർജ് നമ്പറിൽ നിന്നും സ്മോൾ നമ്പർ കുറയ്ക്കണം അല്ലേ? ലാർജ് നമ്പറിൽ നിന്നും സ്മോൾ നമ്പർ സബ്സ്ട്രാക്ട് ചെയ്യണം. ദാറ്റ് ഈസ് 2 - 1, ഇറ്റ് ഈസ് 1. ആൻഡ് ദ സൈൻ ഓഫ് ദ ലാർജ് നമ്പർ ഈസ് മൈനസ്, ദാറ്റ് ഈസ് -1. ഇസ് ദ ആൻസർ. ml raised to -1, t raised to -1. It will be the equation of, it will be the dimension of coefficient of viscosity. Coefficient of viscosity. Clear അല്ലേ? അങ്ങനെ നമ്മൾ ഡയമെൻഷൻ അനാലിസിസ് ചോദിക്കാവുന്ന എല്ലാ മാക്സിമം ചോദ്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്? കവർ ചെയ്തിട്ടുണ്ട്. ദയവ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക, വളരെ ഈസിയാണ്. ക്ലിയർ അല്ലേ? എല്ലാവരും ക്ലിയർ അല്ലേ? ഈസി അല്ലേ? ml raised to -1, t raised to -1. ക്ലിയർ അല്ലേ? സോ നമ്മളങ്ങനെ ഡയമെൻഷൻ അനാലിസിസ് ഭംഗിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ കഴിഞ്ഞ പാർട്ടുകളുടെ എല്ലാം ഹാൻഡ് റിട്ടൺ നോട്ട്സിന് വേണ്ടി എന്ത് ചെയ്യുക? നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് എവിടെ ഉണ്ട്? ഡിസ്ക്രിപ്ഷനിലുണ്ട്. സോ ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ. ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. അടുത്ത ക്ലാസ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.